കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ LCD പ്രൊജക്ട് വിതരണ പദ്ധതി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും സ്വജനപക്ഷപാതത്തോടെ നടപ്പാക്കി എന്നും ആരോപിച്ച് കുറ്റിപ്പുറം കുളക്കാട് ഡിവിഷനിലെ യുവജന ക്ലബ്ബുകളായ റെഡ് സ്റ്റാർ പേരശ്ശന്നൂർ, ഷൈൻ സ്റ്റാർ പേരശ്ശന്നൂർ, HS ബ്രദേഴ്സ് പേരശ്ശന്നൂർ, യുണൈറ്റഡ് FC പേരശ്ശന്നൂർ, ഫിനിക്സ് എടച്ചലം, ടോപ്പേഴ്സ് എടച്ചലം, ഹിൽ ടോപ്പ് പൈങ്കണ്ണൂർ എന്നീ ക്ലബ്ബുകളുടെ അംഗങ്ങൾ സംയുക്തമായി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നമ്മളിപ്പോ ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി ഇത്തരം ഒരു സ്ഥാപനത്തിന്റെ മുമ്പിലേക്ക് വരേണ്ട ആളുകളല്ല. ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞാല് സാമൂഹിക സാംസ്കാരിക രംഗത്ത് ജനങ്ങൾക്കിടയിൽ സേവനം ചെയ്യുന്നതിന് വേണ്ടി സ്വയം സമർപ്പിച്ച യൗവനങ്ങളാണ്. ഈ കൂട്ടായ്മയിൽ വന്നിട്ടുള്ളത് എല്ലാവരും അത്തരത്തിലുള്ള ആളുകളാണ്. നമ്മളൊരു ക്ലബിന്റെ പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അധികാരികളെ പോലെയോ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ പോലെയോ എന്തെങ്കിലും ഒരു ശമ്പളത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളല്ല. നമ്മളെല്ലാവരും നമ്മുടേതായ ജോലി തിരക്കുകളും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പെടാപാടുകളൊക്കെ മാറ്റിവെച്ച് ഈ ജനസേവനത്തിനും പൊതുസേവനത്തിനുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട അംഗീകാരങ്ങളും പ്രോത്സാഹനങ്ങളുമാണ് ഈ അധികാരവർഗം നമുക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രൊജക്ടർ വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് എന്ന് ലിസ്റ്റ് ഇട്ടത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിന്റെ കുറച്ച് പ്രതിനിധികൾ എന്ന നിലക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടുന്ന് പറഞ്ഞത് കുറ്റിപ്പുറം പഞ്ചായത്തിൽ നിന്നും തന്ന ലിസ്റ്റ് പ്രകാരമാണ് ഇത് വിതരണം നടത്തിയിട്ടുള്ളത് എന്ന്. പക്ഷെ കുറ്റിപ്പുറം പഞ്ചായത്തിലെ മെമ്പർമാരെ, നമ്മളൊക്കെ വാർഡുകളിലെ മെമ്പർമാരെ നമ്മൾ വിളിച്ച് പേഴ്സണലി അന്വേഷിക്കുമ്പോൾ അവര് പറയുന്നത് ഇത് തികച്ചും ബ്ലോക്ക് പ്രസിഡന്റിന്റെ തീരുമാനപ്രകാരമാണ് വിതരണം ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ ഈ രണ്ട് അധികാര കേന്ദ്രത്തിൽ നിന്നും വ്യത്യസ്തമായ മറുപടികളാണ് നമുക്ക് ലഭിച്ചത്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇതിനൊരു കൃത്യമായ മാനദണ്ഡം പാലിക്കാതെ യാതൊരുവിധ തയ്യാറെടുപ്പുകളോ മുൻകരുതലുകളോ എടുക്കാതെ തികച്ചും ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നമ്മൾ സ്വന്തക്കാരൻ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ വിതരണം ഇവിടെ നടന്നിട്ടുള്ളത്. ഹിൽ ടോപ്പ് ക്ലബ് പ്രതിനിധി സുബൈർ NK മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. റെഡ് സ്റ്റാർ ക്ലബ് പ്രതിനിധി OK ശ്രീനാഥ് അധ്യക്ഷത വഹിച്ചു. ഫിനിക്സ് ക്ലബ് പ്രതിനിധികളായ AK നിസാർ, നാസർ, ഷമീർ, HS ബ്രദേഴ്സ് ക്ലബ് പ്രതിനിധികളായ നിഷാദ്, അനിലേഷ് OK, റെഡ് സ്റ്റാർ ക്ലബ് പ്രതിനിധികളായ ജിഷ്ണു, CP രമേശ്, ഷൈൻ സ്റ്റാർ ക്ലബ് പ്രതിനിധികളായ അർജുൻ, ജാസിർ, യുണൈറ്റഡ് FC ക്ലബ് പ്രതിനിധികളായ രതീഷ് UV, സൈനുദ്ദീൻ വടക്കനാഴിയിൽ, ഹിൽ ടോപ്പ് ക്ലബ് പ്രതിനിധി ബദറുദ്ദീൻ, ടോപ്പേഴ്സ് ക്ലബ് പ്രതിനിധി ഷംസുദ്ദീൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കീഴിൽ നടന്ന LCD പ്രൊജക്ടർ വിതരണം പൂർണ്ണമായും അഴിമതിയും അട്ടിമറിയുമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതിൽ കുറ്റിപ്പുറം ബ്ലോക്കിൻ്റെ കീഴിലുള്ള കൊളക്കാട് ഡിവിഷനിലെ ക്ലബ്ബുകളാണ് ഇന്നിപ്പോൾ ഇവിടെ സമരമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. 7 ക്ലബിൻ്റെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം 3 LCD പ്രൊജക്ടറുകളാണ് കൊളക്കാട് ഡിവിഷനിൽ വിതരണം ചെയ്തത്. നമ്മുടെ ബഹുമാനപ്പെട്ട അംഗവും കുറ്റിപ്പുറം ബ്ലോക്കിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള വസീമ വേടേരി ഇത് വിതരണം ചെയ്ത് ഏത് രീതിയിലാണെന്ന് നമുക്കാർക്കും അറിയില്ല. അവർ രാവിലെ നീറ്റപ്പോൾ ഇടത്തോട്ട് നോക്കിയപ്പോൾ അവരെ ക്ലബ്ബ് കണ്ടു, ഏത് ബ്രദേഴ്സ്. വലത്തോട്ട് നോക്കിയപ്പോൾ മറ്റൊരു ക്ലബ്ബ് കണ്ടു, അപ്പോൾ അത്. റോട്ടിലേക്ക് നോക്കിയപ്പോൾ CP നിസാർ ബൈക്കിൽ പോകുന്നുണ്ട്, അപ്പോൾ അത്. ഇതാണ് വിതരണം. അല്ലാണ്ട് ഇങ്ങനെ ഒരു പദ്ധതി നടക്കുന്ന കാര്യം നമ്മളാരും അറിഞ്ഞിട്ടില്ല. ഇവിടെയുള്ള എത്ര ക്ലബ്ബുകളുണ്ട്, ഇങ്ങനെ അപേക്ഷ ക്ഷണിക്കുന്ന കാര്യം ഒരാളെയും അറിയിക്കാതെ ഇഷ്ടക്കാർക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടായിരിക്കും ഈ ക്ലബ്ബുകാർക്ക് ഇതിന് അർഹത ഇല്ലേന്ന്. അത് പിന്നീട് പരിഹരിക്കേണ്ട കാര്യമാണ്. ഇനി അർഹത ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്കതിന് എതിർപ്പില്ല, അവർക്ക് കൊടുത്തതിൽ എതിർപ്പില്ല. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു, നമുക്കിതിനുള്ള അവകാശം ഇല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. മാർച്ചിനു ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രൊജക്ടർ വിതരണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നും അർഹരായ മുഴുവൻ ക്ലബ്ബുകളെയും ഉടൻ തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടും സംയുക്ത ക്ലബ്ബ് സമിതിയുടെ നേതാക്കൾ സെക്രട്ടറിക്ക് നിവേദനം നൽകി. ടോപ്പേഴ്സ് ക്ലബ്ബ് പ്രതിനിധി നിജേഷ് മാർച്ചിൽ നന്ദി പറഞ്ഞു. ഈ ചാനൽ കുറ്റിപ്പുറം. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്.